ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ഇൻസ്റ്റൻ്റ് ആയിട്ട് നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അരി കുതിർക്കാൻ വെക്കുന്നില്ല, അരിപ്പൊടി കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിനായിട്ട് 5 അച്ച് ശർക്കരയാണ് കേട്ടോ മെൽറ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരിപ്പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 5 അച്ച് ശർക്കര അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ ഇതാ ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് മെൽറ്റാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരിപ്പൊടി ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്, 250 ml കപ്പിൽ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പില്ലെങ്കിൽ, മെഷറിംഗ് കപ്പില്ലെങ്കിൽ ഗ്ലാസ് ആയാലും ഏതിലാണെങ്കിലും 2 ഗ്ലാസ് എടുക്കാം. എന്നിട്ട് അതിലോട്ട് 1 കപ്പ് മൈദാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതാ ശർക്കരയൊക്കെ നല്ലവണ്ണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടാറരുത്, വലിയ ചൂടുണ്ടല്ലോ അതൊന്ന് തണഞ്ഞാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂട് വേണം കേട്ടോ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ. എന്നിട്ട് ഇത് ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഞാൻ മെൽറ്റ് ചെയ്യാൻ ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ടോട്ടൽ 2 കപ്പ് വെള്ളം വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര മെൽറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ ആ വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ പിന്നെ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്, തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ ഓരോ അരിപ്പൊടിയുടെ ഇതനുസരിച്ചിട്ട് ചിലപ്പം വെള്ളം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് മിക്സാക്കി എടുക്കാൻ ടോട്ടൽ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ശർക്കര മെൽറ്റാക്കിയ വെള്ളം കൂടിയിട്ടാണ് 2 കപ്പ് കേട്ടോ. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ നല്ലവണ്ണം മിക്സാക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ച് മിക്സാക്കി എടുത്താലും മതി കേട്ടോ. വറുത്ത പൊടിയോ വറുക്കാത്ത പൊടിയോ എടുക്കാം കേട്ടോ. ഞാനിവിടെ പത്തിരിയുടെ നൂൽപുട്ടിൻ്റെയൊക്കെ വറുത്ത പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഇതാ ഈ ഒരു ലൂസിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിലെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ പെട്ടെന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാത്രത്തിലിട്ട് നല്ലവണ്ണം കയ്യിൽ കൊണ്ട് ഇളക്കിയാലും മിക്സായി കിട്ടും. ഇതൊരു പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ട കട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് റവയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വിസ്ക് ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. റവ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മിക്സിയുടെ ജാറിലിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. ഈ വിസ്ക് കൊണ്ട് തന്നെ മാവും ഇതുപോലെ മിക്സാക്കി എടുക്കുക. ഞാനപ്പോൾ എളുപ്പത്തിന് വേണ്ടി ജാറിലേക്ക് ഇട്ട് അടിച്ചു കൊടുത്തതാണ്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിലേക്ക് 1 ടീസ്പൂണ് എള്ളാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എള്ളോ കരിഞ്ചീരകോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത്. അധികം ലൂസാവാനും പാടില്ല, എന്നാൽ നല്ല കട്ടിയാവാനും പാടില്ല കേട്ടോ. ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നല്ലവണ്ണം ചൂടായതിന് ശേഷം ഒഴിച്ചു കൊടുത്ത് പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഓരോന്നും ഇങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതാ എണ്ണ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ തള്ളി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലവണ്ണം കുക്കായി കിട്ടും. അപ്പോൾ ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ, നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്, കാരണം ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊങ്ങി വരുന്ന നെയ്യപ്പം പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാന് അത്യാവശ്യം ഒരു കുഴിയുള്ള പാന് വേണം കേട്ടോ.
എടുക്കാനായിട്ട്. നല്ല പരന്ന പാൻ എടുത്തു കഴിഞ്ഞാൽ നെയ്യപ്പം പൊങ്ങി വരില്ല. എന്നിട്ട് ഇതൊന്ന് കളറ് മാറി തുടങ്ങിയാൽ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഞാനപ്പോൾ ഒരുപാട് മുരിയിപ്പിച്ച് എടുക്കുന്നില്ല കേട്ടോ. അത്യാവശ്യം ഇതുപോലൊരു ഗോൾഡൻ കളറായി ആയാൽ എണ്ണയിൽ നിന്നും മാറ്റുന്നുണ്ട്. ഇനി എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. മാവ് കോരിയൊഴിച്ച് പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അടിഭാഗം ഒന്ന് കളറ് മാറി തുടങ്ങിയാൽ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നെയ്യപ്പം ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അരിയൊക്കെ കുതിർത്തി വെച്ച് അരച്ച് എടുത്ത് നെയ്യപ്പം ഉണ്ടാക്കുമല്ലോ, അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.